ലൂക്കോസ് എഴുതിയ ഈസാ അൽ മസീഹിന്റെ പരിശുദ്ധ ഇഞ്ചീൽ അധ്യായം 13. ചില ഗലീലിയക്കാർ ബലിയർപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ഹാക്കിമായിരുന്ന പിലാത്തോസ് ആ ഗലീലിയക്കാരെ കൊല്ലിച്ചതായും അങ്ങനെ അവരുടെ രക്തം ആ ബലിയിൽ കലർന്നതായുമുള്ള അഖ്ബാർ ആ വക്തിൽ അവിടെ ഉണ്ടായിരുന്ന ചിലർ ഈസയെ അറിയിച്ചു. അതിന് ഈസ ഇജാബത്ത് പറഞ്ഞു, അങ്ങനെ കൊല്ലപ്പെട്ടതുകൊണ്ട് അവർ മറ്റെല്ലാ ഗലീലിയക്കാരിലും കൂടുതൽ പാപികളായിരുന്നു എന്ന് നിങ്ങൾ കരുതുന്നുവോ? തീർച്ചയായുമല്ല. പാപങ്ങളെക്കുറിച്ച് തൗബ ചെയ്തു നിങ്ങൾ മടങ്ങുന്നില്ല എങ്കിൽ നിങ്ങളെല്ലാവരും അതുപോലെ ഫസാദാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അതുപോലെ സിലോഹായിലെ മിനാരം ഇടിഞ്ഞു വീണ് കൊല്ലപ്പെട്ട ആ 18 പേർ അന്ന് ജെറുസലേമിൽ താമസിക്കുന്ന എല്ലാവരെക്കാളും കുറ്റവാളികളായിരുന്നെന്ന് നിങ്ങൾ കരുതുന്നുവോ? തീർച്ചയായുമല്ല. പാപങ്ങളെക്കുറിച്ച് തൗബ ചെയ്തു നിങ്ങൾ മടങ്ങുന്നില്ല എങ്കിൽ നിങ്ങളെല്ലാവരും അതുപോലെ ഫസാദാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഈസ ഒരു മസാല പറഞ്ഞു. ഒരാൾ തൻ്റെ മുന്തിരിത്തോട്ടത്തിൽ ഒരു അത്തിമരം നട്ടുപിടിപ്പിച്ചു. അതിൽ പഴമുണ്ടോയെന്ന് നോക്കാൻ അവൻ വന്നു, എന്നാൽ ഒന്നും കണ്ടില്ല. അപ്പോൾ അവൻ തോട്ടക്കാരനോട് പറഞ്ഞു, ഇതാ 3 കൊല്ലമായി ഞാൻ ഈ അത്തിമരത്തിൽ നിന്ന് പഴം അന്വേഷിച്ചു വരുന്നു, ഒന്നും കാണുന്നില്ല. അത് വെട്ടിക്കളയുക. എന്തിനാണ് നിലം വെറുതെ കളയുന്നത്? എന്നാൽ തോട്ടക്കാരൻ അവനോട് പറഞ്ഞു, യാ മാലിക്, ഈ കൊല്ലം കൂടി അത് നിൽക്കട്ടെ. ഞാൻ അതിൻ്റെ ചുറ്റും കിളച്ച് വളമിടാം. അടുത്ത കൊല്ലം അത്തിപ്പഴം കായ്ക്കുന്നെങ്കിലോ, ഇല്ലെങ്കിൽ അതിനെ വെട്ടിക്കളയാം. ഒരു യൗമുൽ സാബത്തിൽ ഈസ ഒരു പള്ളിയിൽ തഅലീം നൽകിക്കൊണ്ടിരുന്നു. 18 കൊല്ലമായി ഒരു റൂഹുൻ നജസ് ബാധിച്ചു കൂനിപ്പോയ ഒരു ഹുർമ അവിടെ ഉണ്ടായിരുന്നു. അവൾക്ക് നിവർന്നു നിൽക്കാൻ തീരെ സാധിക്കുമായിരുന്നില്ല. ഈസ അവളെ കണ്ടപ്പോൾ കരീബിൽ വിളിച്ചു, മഹദിയെ, നിന്റെ ദീനത്തിൽ നിന്ന് നീ ശിഫയാക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ അവളുടെ മേൽ കൈകൾ വെച്ചു. അവൾ ഉടനെ നിവർന്നു നിന്ന് അള്ളാഹുവിന് ഹംദ് ചൊല്ലി. ഈസ യൗമുൽ സാബത്തിൽ ശിഫയാക്കിയതിൽ കോപിച്ച് പള്ളിയിലെ മുക്രി ജനങ്ങളോട് പറഞ്ഞു, ജോലി ചെയ്യാൻ ആഴ്ചയിൽ 6 ദിവസങ്ങളുണ്ട്. ആ ദിവസങ്ങളിൽ വന്ന് ശിഫ നേടിക്കൊള്ളുക. യൗമുൽ സാബത്ത് ദിവസം ജോലികൾ പാടില്ല. പ്രഭു പറഞ്ഞു, മുനാഫിക്കായവരെ, നിങ്ങൾ ഓരോരുത്തരും യൗമുൽ സാബത്തിൽ നിങ്ങളുടെ കാളയെയോ കഴുതയെയോ തൊഴുത്തിൽ നിന്നഴിച്ച് വെള്ളം കുടിപ്പിക്കാൻ കൊണ്ടുപോകുകയില്ലേ? 18 വർഷം ശൈത്താൻ ഈ ദീനത്താൽ ബന്ധിച്ചിരുന്ന ഇബ്രാഹീമിൻ്റെ തലമുറയിൽപ്പെട്ട ഈ മകളെ യൗമുൽ സാബത്തിൽ അഴിച്ചുവിടാൻ പാടില്ലയോ? ഇത് കേട്ട് ഈസയുടെ എതിരിൽ നിന്നവർ എല്ലാവരും നാണം കെട്ടു. ജനക്കൂട്ടം മുഴുവൻ ഈസ ചെയ്തിരുന്ന പോരിഷയാക്കപ്പെട്ട അമലുകളാൽ സകാതത്തിലായി. പിന്നെ ഈസ പറഞ്ഞു, അള്ളാഹുവിൻ്റെ രാജ്യം ഏതിനോടാണ് തുല്യമായിരിക്കുന്നത്? ഞാൻ അതിനെ ഏതിനോട് ഉപമിക്കണം? അത് ഇതുപോലെയാണ്. ഒരു ഇൻസാൻ തൻ്റെ തോട്ടത്തിൽ കടുകുമണി പാകുന്നു. അത് വളർന്നു വലിയ മരമായി. ആകാശത്തിലെ പക്ഷികൾ അതിൻ്റെ കൊമ്പുകളിൽ കൂടുവെച്ചു. ഈസ വീണ്ടും പറഞ്ഞു, അള്ളാഹുവിൻ്റെ രാജ്യത്തെ എന്തിനോടാണ് ഞാൻ ഉപമിക്കേണ്ടത്? അതിതുപോലെയാണ്. ഒരു ഹുർമ 3 പറ മാവെടുത്ത് അതിൽ പുളിച്ച മാവ് ചേർത്ത് വെച്ചു. അത് മുഴുവൻ പുളിച്ചു പൊങ്ങി. മദീനകളിലും ഖരീയകളിലും തഅലീം ചെയ്തുകൊണ്ട് ഈസ ജെറുസലേമിലേക്ക് യാത്ര പോവുകയായിരുന്നു. ഒരാൾ ഈസയോട് ചോദിച്ചു, റബ്ബേ, കുറച്ചു പേർ മാത്രമേ ഇഖ്ലാസിലാവുകയുള്ളോ? ഈസ അവരോട് പറഞ്ഞു, ബാബുൽ ശഈറിലൂടെ അകത്തു കടക്കാൻ തീവ്രമായി പരിശ്രമിക്കുക. കാരണം പലരും അകത്തു കടക്കാൻ പരിശ്രമിക്കുമെങ്കിലും അവർക്ക് അതിന് സാധിക്കില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ബൈത്തിൻ്റെ മാലിക് എഴുന്നേറ്റ് വാതിൽ അടച്ചു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ പുറത്തുനിന്ന്, യാ മാലിക്, ഞങ്ങൾക്ക് വാതിൽ തുറന്നു തരണമേ എന്ന് പറഞ്ഞു വാതിലിന് മുട്ടുമ്പോൾ, നിങ്ങൾ എവിടെ നിന്നാണെന്ന് എനിക്കറിയില്ല എന്ന് അവൻ നിങ്ങളോട് പറയും. നിന്റെ കൂടെ ഞങ്ങൾ ഒജീനിക്കുകയും കുടിക്കുകയും ഞങ്ങളുടെ തെരുവുകളിൽ നീ തഅലീം നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ അവൻ പറയും, നിങ്ങൾ എവിടെ നിന്നാണെന്ന് ഞാൻ അറിയുന്നില്ല. ദുൽമ് ചെയ്യുന്നവരെ, നിങ്ങൾ എന്നെ വിട്ടു പോകുവിൻ. ഇബ്രാഹീമും ഇസ്ഹാഖും യാക്കൂബും സകല നബിമാരും അള്ളാഹുവിൻ്റെ രാജ്യത്തിൽ ഇരിക്കുന്നതും നിങ്ങളെ പുറത്തു തള്ളിക്കളഞ്ഞതും നിങ്ങൾ കാണുമ്പോൾ അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. കിഴക്കുനിന്നും പടിഞ്ഞാറ് നിന്നും വടക്കുനിന്നും തെക്കുനിന്നും
ആളുകൾ വന്ന് അള്ളാഹുവിൻ്റെ രാജ്യത്തിൽ തക്കാരത്തിനിരിക്കും. ഇതാ മുമ്പന്മാരായിത്തീരുന്ന ചിലർ പിമ്പന്മാരാകും, പിമ്പന്മാരായിത്തീരുന്ന ചിലർ മുമ്പന്മാരുമാകും. ആ വക്തിൽ ചില ഫരിസേയർ വന്ന് ഈസയോട് പറഞ്ഞു, ഇവിടം വിട്ടു എങ്ങോട്ടെങ്കിലും പോവുക, ഹെരോദേസ് അന്തിപ്പാസ് നിന്നെ കൊല്ലാൻ നോക്കുന്നു. ഈസ പറഞ്ഞു, നിങ്ങൾ പോയി ആ കുറുക്കനോട് പറയുവിൻ, ഞാൻ ഇന്നും നാളെയും റൂഹുൻ നജസിനെ പുറത്താക്കുകയും ദീനക്കാർക്ക് ശിഫ നൽകുകയും ചെയ്യും. 3-ാം ദിവസം എൻ്റെ അമലു ഞാൻ തീർക്കുകയും ചെയ്യും. എങ്കിലും ഇന്നും നാളെയും മറ്റന്നാളും ഞാൻ മുസാഫിറാകേണ്ടിയിരിക്കുന്നു. ജെറുസലേമിന് പുറത്ത് വെച്ച് ഒരു നബിയും മൗത്താവുകയില്ലല്ലോ. ജെറുസലേമേ, ജെറുസലേമേ, നബിമാരെ കൊല്ലുകയും നിന്റെ കരീബിലേക്ക് അയച്ചവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ, കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർത്ത് നിർത്തുന്നത് പോലെ നിന്റെ മക്കളെ ഒന്നിച്ചു ചേർക്കുവാൻ ഞാൻ എത്രയോ വട്ടം മനസ്സ് വെച്ചു, എന്നാൽ നിങ്ങൾക്ക് മനസ്സുണ്ടായില്ല. നോക്കൂ, നിങ്ങളുടെ ബൈത്ത് ഉപേക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ നിങ്ങളോട് പറയുന്നു, റബ്ബിൻ്റെ നാമത്തിൽ വരുന്നവൻ നിഅമത്ത് ലഭിച്ചവൻ എന്നു നിങ്ങൾ പറയുന്നത് വരെ നിങ്ങൾ എന്നെ കാണുകയില്ല.